ഹലോ ഗൈസ്, എൻ്റെ 100 ഡേയ്സ് ഓഫ് പോസ്റ്റിംഗ് ചാലഞ്ചിൻ്റെ ഡേ 1 ആണ് ഇന്ന്. നമ്മൾ പോകുന്നത് പയ്യന്നൂരിൽ ഏകദേശം 1-1.25 മണിക്കൂർ ദൂരത്തിൽ ഒരു അഴീത്തല എന്നൊരു ബീച്ചുണ്ട്, നീലേശ്വരം ആ ഭാഗത്താണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ട്രിപ്പ് നമുക്ക് മോട്ടോ വ്ളോഗ് ആക്കിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഞാൻ എന്താ ഈ 100 ഡേയ്സ് ഓഫ് പോസ്റ്റിംഗ് ചാലഞ്ച് എടുത്തതെന്ന് എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് അറിയില്ല എന്ന് എനിക്കറിയാം. അത് നമുക്ക് പോകുന്ന വഴിയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോയാലോ? ബാ. സമയം ഇപ്പം 6:45. ചില ദിവസം ഇവിടെ ഭയങ്കര തണുപ്പാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ സ്വെറ്റർ ഇടുമെന്ന് വിചാരിച്ച രാവിലെ എണീറ്റ സമയത്ത്, പക്ഷേ വലിയ തണുപ്പൊന്നുമില്ല. എനിക്ക് ആക്ച്വലി രാവിലെ എണീക്കാൻ ഇഷ്ടമേ അല്ല. ബീങ് എ റൈഡർ എനിക്ക് കുറ്റസമ്മതി ഇവിടെ നടത്തും. എനിക്ക് കുറച്ചുകൂടി രാത്രി റൈഡ് ചെയ്യുന്നതും അതേപോലെ രാത്രി കുറേ നേരം എണീറ്റിരിക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ. എനിക്ക് രാവിലെ കണ്ണ് തുറക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ 100 ഡേയ്സ് ചാലഞ്ച് തുടങ്ങിയതുകൊണ്ട് ഇന്ന് ഞാൻ എണീറ്റിരിക്കുന്നു ഗൈസ്. ഇന്ന് ഞാൻ 5:45 എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന ബീച്ചിൽ പോയിട്ടൊരു ഡ്രോൺ ഷോട്ട് എടുക്കണം. ആ ഒരു ഡ്രോൺ ഷോട്ട്, നമ്മുടെ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഡ്രോണാണ്, DJI Neo. അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് ഇരുട്ടത്തൊന്നും അധികം ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൈറ്റ് വന്നാൽ മാത്രമേ അതിനെക്കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റായിട്ട് ഇറങ്ങുന്നത്. ഇവിടുന്ന് ഇപ്പം ഏകദേശം 53 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ വഴിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുമ്പോഴത്തേക്ക് എന്തായാലും സമയം 1-1.5 മണിക്കൂർ എടുക്കും. എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് ഞാൻ എന്താണ് ഈ ഒരു 100 ഡേയ്സ് ചാലഞ്ച് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആക്ച്വലി നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ലഡാക്ക് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാത്തതെന്ന്. എൻ്റെ ലഡാക്ക് വീഡിയോസും മോട്ടോവേഴ്സും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 6 TB ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. അത് കറപ്റ്റഡ് ആയിപ്പോയി ഗൈസ്. കുറേ നാളുടെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ 1 മാസത്തെ റൈഡാണ്. ഞാൻ കുറേ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസ് ഉണ്ട്, വോയിസ് ഓവേഴ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. ആൻഡ് 1 ഫൈൻ ഡേ അത് അടിച്ചു പോയി എന്ന് പറയുമ്പം പിന്നെ ഞാനിപ്പോൾ ഒരു ടീമിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ് അതിൻ്റെ കണ്ടീഷൻ. ഒരുപാട് എക്സ്പെൻസീവ് ആണെങ്കിൽ എന്തായാലും നമ്മളത് റിക്കവർ ചെയ്യാൻ നിൽക്കില്ല, അതർവൈസ് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഒന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. അതുകൊണ്ടാണ് ഞാനൊരു 100 ഡേയ്സ് പോസ്റ്റിംഗ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇന്ന് മുതൽ 100 ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിലും എൻ്റെ യൂട്യൂബിലും ഞാൻ ആക്റ്റീവായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ 100 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കും. അതിൻ്റെ ഇടയിൽ ഇനിയും ലോങ് റൈഡ്സൊക്കെ വരാനുണ്ട് ഒബ്വിയസ്ലി. അതിൻ്റെ ഇടയിലും, അതായത് ലോങ് റൈഡ് പോകുന്ന ദിവസവും ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ 100 ഡേയ്സിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്യും ഡെഫിനറ്റ്ലി. ഇതാണ് നമ്മുടെ പണി നടക്കുന്ന NH ഗൈസ്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് വലിയ തിരക്കുണ്ടാവില്ല. ബൈ ദ വേ, ഞാൻ ഗോവ റൈഡിന് പോയപ്പോൾ, അതായത് മോട്ടോവേഴ്സിന് പോയ സമയത്ത് ഞാൻ എൻ്റെ വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൈയൊക്കെ വിട്ട് ഇങ്ങനെ പട്ടിഷോ കാണിച്ചു പോകുന്നത്. അല്ല, ആക്ച്വലി അതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ ഞാനത് ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ സോഫാർ ഇറ്റ്സ് ബീൻ എ വീക്ക് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൻഡ് സോഫാർ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു യൂസ്. ഞാനൊരു ഒരു പ്രോപ്പർ റിവ്യൂ ഞാൻ ഇടാം. ഇതിപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓ, സൺറൈസ് എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. ഇറ്റ്സ് ടൈം ടു ക്ലിക്ക് സം പിക്ചേഴ്സ് ഗൈസ്. ഈ NHന്റെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെറ്റ് ആവും അല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ ബൈക്കിനെയും കയറ്റൂല. യോഗ ഇല്ല അമ്മണിയെന്ന് വിചാരിക്കാം, വേറെന്ത് ചെയ്യാനാ. ഞാൻ ഈ അഴീത്തല അല്ലെങ്കിൽ പുലിമുട്ട്, തൈക്കടപ്പുറം ഈ ഒരു സൈഡിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല ആക്ച്വലി. നമ്മളിവിടുന്ന് പയ്യന്നൂരിൽ നിന്ന് പോകുന്നത് ഒന്നിക്ക് വലിയപറമ്പ് ബീച്ച്, അതല്ലെങ്കിൽ ചൂട്ടാട് ബീച്ച്, അങ്ങനെ ഈവൻ മുഴപ്പിലങ്ങാട് ബീച്ച്, അതേപോലെ പയ്യാമ്പലി ബീച്ച്, ഇതൊക്കെ അത്യാവശ്യം ദൂരമുണ്ട് പയ്യന്നൂരിൽ നിന്ന്. ബട്ട് ഞാൻ ഇതുവരെ അങ്ങനെ 1-2 തവണ പോയതല്ലാതെ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഈ ബീച്ച് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ ഒരു കടൽപ്പാലോ പുലിമുട്ടോ എന്തോ സംഭവം ഉണ്ട്. അപ്പം അവിടെ നല്ല ഡ്രോൺ ഷോട്ട് കിട്ടും ആക്ച്വലി. അതിനൊക്കെയാണ് പോകുന്നത്. ആൻഡ് റൂട്ടൊന്നും അറിയില്ല, ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിയെ, തെളിച്ച വഴിയെ ഞങ്ങൾ പോകുന്നു. കുറേ വഴിയുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി. നമ്മൾ നീലേശ്വരത്തു നിന്നാണ് കയറുന്നത്, നീലേശ്വരത്തിന് ലെഫ്റ്റിലേക്കാണ് കയറുന്നത്. വേറെയും കുറേ വഴികളുണ്ട്. രാവിലെ നല്ല പീസ്ഫുള്ളാണ് കേട്ടോ ശരിക്കും. വലിയ തണുപ്പും ഇല്ലാത്തതുകൊണ്ട് വലിയ സീനില്ല.
അയ്യോ ഇവിടെ പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, വണ്ടി നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നടക്കാം. അയ്യോ കുറേ നടക്കാനുണ്ടോ? ചിലപ്പുണ്ടാവായിരിക്കും. ആ സത്യം, വെയിലുണ്ടാവില്ല ജസ്റ്റ് ആണ് ഈ സമയത്ത് ഇറങ്ങിയത്. കുറച്ചേറെ ഏതാ പായല്? പച്ചക്കളറിലെ പായലായിരിക്കും. കണ്ടുവാ അല്ല, ആ കല്ലിന്റെ സൈഡിലൊക്കെ ആയിട്ട് പച്ചക്കളർ. അത് ചെടിയല്ലേ? പായൽ. പായലിന്റെ വീഡിയോ വേണം. ആയിക്കോട്ടെ, ഡ്രോണിൽ തന്നെ ആയിക്കോട്ടെ. ഡ്രോണിൽ പായലിന്റെ വീഡിയോ വേണമെന്ന്. പക്ഷെ നമ്മള് പായൽ തപ്പി പോവാണ്. ഏതോ പായലിന് അറിയാൻ പാടില്ല. ഇങ്ങോട്ടേക്ക് നടക്കാൻ പറ്റുവാ? ചേട്ടനോട് വെച്ചാൽ ഇതിലേതാ കടൽ പായലെന്ന്. ഓ ചേട്ടൻ മീൻ കിട്ടുന്നുണ്ടോ കാണട്ടെ. മീൻ ഇവർക്ക് കാണുന്നുണ്ട്. അതിലെന്തേലും ഉണ്ടോ? എന്തേലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? ഈ അഴീത്തല ബേസിക്കലി എസ്റ്റുഴി, അതല്ലെങ്കിൽ അഴിമുഖം, അതാണ് സംഭവം. അതായത് ഇവിടെ ഇപ്പം തേജസ്വിനി പുഴ നമ്മുടെ അറബിക്കടലുമായിട്ട് ചേരുന്ന, ഇഫ് ഐ എം നോട്ട് റോങ്, അതാണ് ഈ ഒരു അഴീത്തല, ഈ ഒരു എന്താണ് പുലിമുട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ല ബേസിക്കലി. ഞാൻ അങ്ങനെ ഒരു ഗോവയിൽ പോയിട്ട് ഇങ്ങനെ ബീച്ചിൽ കുളിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് കുറച്ച് നേരം കടലിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ അധികം ബീച്ചുകളിലൊന്നും പോവാത്തത്. പക്ഷേ ഇതാ നല്ല ക്ലീനാണ്, നല്ല നീറ്റാണ്. ഈ ഒരു സൈഡിൽ അത്യാവശ്യം വേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നിലത്ത്, ഈ പുലിമുട്ടിനകത്ത്. അല്ലാതെ ആസിഡ് ബീച്ച് നല്ല ക്ലീനാണ്, നല്ലുണ്ട്. അയ്യോ ചൂടെടുക്കുന്നു. അപ്പം ഞാനിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വണ്ടി വെച്ചത് ഒരു സ്ഥലത്ത്, നമ്മൾ നടന്ന് പോകുന്നത് വേറെ സ്ഥലത്തേക്ക്. 9 മണിയാവാൻ പോകുന്നു. ഓ നമ്മൾ ഏകദേശം 8 മണിക്ക് എത്തി. മണിക്കൂറായി ഇവിടെ. കുറച്ചുകൂടി നേരത്തെ എത്തണമായിരുന്നു അല്ലേ? ആക്ച്വലി നമ്മളതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഡെഫിനറ്റ്ലി വീണ്ടും വീണ്ടും ഈ ബീച്ചിലേക്ക് വരും, അത് ഉറപ്പാണ്. കൊള്ളാട്ടോ, എനിക്കിഷ്ടമായി. ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ പായിച്ചിട്ട് ഇതാ ഇവള് കളിക്കുന്നു. ഈ പഞ്ചായത്തിലെ മനുഷ്യന്മാരില്ല. വൈകുന്നേരം ചിലപ്പോൾ തിരക്കുണ്ടായിരിക്കും അല്ലേ? നമ്മൾ ഇതുവരെ ബീച്ചിലേക്ക് വന്നിട്ടില്ല. ആക്ച്വലി ചൂട്ടാട് പോകുന്ന ആ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക്. അതെ, അത്രേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ് ഈസ് മച്ച് ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട്, പീസ്ഫുൾ ആണ്. അറ്റ്ലീസ്റ്റ് ഇപ്പോ ആ കടൽ എന്തിനു പറയാം, കടൽ പാലം, ആ സാധനം കൊള്ളായിരുന്നു. വെയിലില്ലാത്ത സമയത്ത് വരിക, സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് എല്ലാം കണ്ട് തിരിച്ചു പോവാം. ഇവിടെ ആക്ച്വലി വേസ്റ്റ് കളയാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. ആൾക്കാർ എന്നാലും ഇവിടെ കളയുള്ളൂ. എന്നാലും ഒരു സിവിക് സെൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. ഞാൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് പോലും ഞാൻ താഴെ ഇടാത്ത ഒരാളാണ്. സോ ഞങ്ങളുടെ മരുണ്ട റൈറ്റ് സൈഡിലുള്ള ഞങ്ങളുടെ കയ്യിലുള്ള കുപ്പിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വന്നതാ. സോറി, ഞാൻ ഊഞ്ഞാലാടിയത്. The bare minimum thing you can do is keep your surroundings clean, അല്ലേ? Leave every place better. അതന്നെ. വീഡിയോന് വേണ്ടി പറയുന്നൊന്നുമല്ല, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം മാത്രമല്ല നമുക്ക് ഒരാളോട് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഇതുപോലത്തെ ഒരു സാധനം എപ്പോഴും കയ്യിലുണ്ടാവും. എല്ലാ സാധനങ്ങളും ഇതിനകത്തിട്ട് നമ്മൾ റൈഡ് പോകുമ്പോഴും ഇതുവരെ ഞങ്ങളൊരു വേസ്റ്റ് പോലും സത്യം പറഞ്ഞാൽ താഴെ ഇട്ടിട്ടില്ല. കുറേ പട്ടിക്കൂട്ടങ്ങളുണ്ട്. പുലിമൂട്ടിൽ ബീച്ച് തട്ടുകട. പുലിമൂട്ടിൽ ആണല്ലേ? പുലിമൂട്ടിൽ. എടാ പട്ടികൾ, ഐ എം അഫ്രെയ്ഡ് ഓഫ് ഡോഗ്സ്. ചായ, കാപ്പി, മുട്ട, ഓംലെറ്റ്. ഇവിടുത്തെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇഫ് യു ഗൈസ് വാണ്ട് കം,
അഴീത്തലയിൽ നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക്. ദാറ്റ്സ് സോ സ്വീറ്റ് അല്ലേ? കമ്പ്യൂട്ടർ ചൂണ്ടക്കണ്ണിയോ? കമ്പ്യൂട്ടർ ചൂണ്ട കണ്ണി. നമ്മളിതാ അവിടെ നിന്നാണ് വന്നേ. ഇവിടെ വരെ വണ്ടി വരും. പക്ഷേ വി ഡിഡ് നോ ദാറ്റ് നമ്മൾ എവിടെയോ വണ്ടി വെച്ച് എവിടെയോ നടന്നു വന്നല്ലേ. ആ റോഡ് ഇത് വേറെ ഏത് വഴിയാടാ? അല്ല മണ്ട, ഇത്രയും വലിയ വഴി. നമ്മൾ ലെഫ്റ്റിലോട്ട് അടക്കണം. ചില സമയത്ത് ഭാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ അടി കൊടുക്കാൻ തോന്നും. അതൊന്നല്ല, ഈ വഴി അല്ല. ബെറ്ററുണ്ടാ കണ്ട ഞാൻ പറഞ്ഞു 1000 രൂപക്ക് ബെറ്ററുണ്ടാ. ഈ വഴി അല്ല, ആ വഴി ഇതാ പോലീസ് സ്റ്റേഷൻ്റെ ഈ സൈഡിലേക്ക് കൂടിയുള്ള വഴിയാണ്. ഇതാ പോലീസ് സ്റ്റേഷൻ ഇത് ഇവിടെ. ആ എടാ മണ്ട, നമ്മളപ്പോ വെറുതെ നടന്നു. ശെടാ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് നമ്മൾ പോണം. അവർ ഇവിടുന്ന് റൈറ്റ് എന്നായിരിക്കും എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ലെഫ്റ്റ്. സോറി ഗൈസ്, മണ്ടത്തരം പറ്റിപ്പോയി. ആർക്ക് പറ്റി? അവർ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കറങ്ങി അപ്പുറത്തെ കൂടിയൊക്കെ പോയി. നടക്കാനുണ്ടടാ. ആ ഇല്ല, അവിടുന്ന് അങ്ങോട്ടേക്ക്. ഹായ് വലിയ എടാ മണ്ട. ഗൈസ് ഇവിടെ ചീത്ത വിളിക്കുന്നു. ഗൈസ് ഞാൻ ഇവക്കെ എന്നെ കൊടുക്കുന്നു. ഞാൻ ഈ മണ്ടനോട് ചോദിച്ചാണ്. ഈ മണ്ടൻ പറഞ്ഞു അതുവഴിയല്ല ഇതുവഴിയാണ്. എന്നിട്ടിപ്പോൾ നമ്മൾ അങ്ങ് ദൂരെ ദൂരെ വണ്ടി വെച്ചിട്ട് ഇപ്പം നടക്കാൻ പറ്റും. അത് നീ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പറയണമെന്നില്ല കേട്ടോ. പറയണമെന്നുണ്ട്, എനിക്കത് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ക്യാമറയിലേക്ക് നോക്കില്ല, ഇനി ഞാൻ ചത്ത്. ആക്ച്വലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇതിന് ഓട്ടോഫാജി ചെയ്യാൻ പോവാ. അധികം വിശക്കുന്നില്ല, കുറച്ച് വിശക്കുന്നുള്ളൂ. അടുത്ത ഗോവ ട്രിപ്പിന് മുമ്പേ ഫുൾ സെറ്റ് ആക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങ് പോയിട്ട് ആ പുളിമുട്ട് എന്നുള്ള ബോർഡ് ലെഫ്റ്റിലേക്ക് ഇട്ടായിരുന്നു. അതുവഴി പോയിട്ട് വീണ്ടും കറങ്ങി ഇങ്ങോട്ടേക്ക് വന്നു ഈ മരപ്പാഴിനെ കൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി വെച്ചത് കുറച്ച് ദൂരെയാണ്, അവിടെ വരെ കറങ്ങി നടക്കണം. ആ ഈ ശ്മശാനത്തിന് മുമ്പിൽ, അതായത് അപ്പുറ സൈഡിൽ അല്ലേ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളൊരു കുഞ്ഞ് റൈഡ്, ലൈക്ക് ഒരു 1.5 hours റൈഡ് എന്നുള്ള രീതിയിലാണ് വന്നത്. അതായത് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് 100 days ഓഫ് പോസ്റ്റിംഗ് ചാലഞ്ചിൻ്റെ. ഐ ഫീൽ ബെറ്റർ ആക്ച്വലി. എന്ത് ചെയ്യേണ്ടത് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഐ മീൻ എൻ്റെ അടുത്തുനിന്ന് എല്ലാം പോയി, ഇനി എനിക്കൊന്നും പോസ്റ്റ് ചെയ്യാനില്ല. അതായിരുന്നു എൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ലഡാക്ക് റൈഡ് പോയി, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോങ് റൈഡ് പോയി, അത് മാത്രമാണ് റൈഡ്. ഞാനൊരു സമയത്ത് അതും അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. കാരണം ലോങ് റൈഡ്സ് മാത്രമാണ് റൈഡ്സ്, അതല്ലാതെ വേറൊന്നും ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ നോക്കൂ, സിറ്റുവേഷൻസ് എന്നെ എവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളത്. നമ്മുടെ ഓരോ റൈഡും ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ബീച്ചിലേക്ക് വരുന്നത്. എവറി സ്മോൾ തിങ്സ് മാറ്റേഴ്സ് ഗൈസ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. നാളെ വേറൊരു ലൊക്കേഷനും വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഗൈസ്.